വിളിക്കുന്നു. ഹലോ മാം. സിനി, എന്താ ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ആകെ പ്രോബ്ലം മാം. കൃഷ്ണനെ കണ്ടില്ലേ നിങ്ങള്? ഗാഥയ്ക്ക് ഇവിടുന്ന് പോരാനായില്ല. മാം അത് എന്നിട്ട് കൃഷ്ണ മുറിയിൽ അകപ്പെട്ടിരിക്കോ. ഇനിയിപ്പോ ആരും ഒന്നും അറിയാതിരിക്കണമെങ്കിൽ പൂജയ്ക്ക് ഗാഥാ മാഡം പങ്കെടുത്തേ പറ്റൂ. എങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ. കൃഷ്ണയെ പോലെ പൂജയിൽ പങ്കെടുക്കണമെങ്കിൽ കൃഷ്ണ ഉടുത്തിരിക്കുന്ന സാരി ഗാഥാ മാഡം ഉടുക്കണം. വേറെ ഡ്രസ്സുമായിട്ട് പോയാ ജനലിലൂടെ കൃഷ്ണ അത് തരാന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണ ധരിച്ച വസ്ത്രം ധരിക്കാൻ പറ്റില്ലെന്ന് വാശിയില്ല ഗാഥാ മാഡം. ഏതവസ്ഥയിൽ അവൾ ഈ വാശി കാണിക്കുന്നത്? സിനി, ഫോൺ അവൾക്ക് കൊടുത്തേ. ഹലോ മമ്മി. മോളിപ്പോ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നറിയോ? എല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ മാത്രം എല്ലാവരും പറയുന്നത് അനുസരിക്കണം എന്നാണോ? ഗാഥ, നീ ഈ കാണിക്കുന്ന ഈഗോ ഉണ്ടല്ലോ, അതിനൊരു പക്ഷേ നിനക്ക് നിന്റെ ജീവിതം തന്നെയാവും വില കൊടുക്കേണ്ടി വരിക. നവീനെ നീ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ കളരിക്കൽ കുടുംബത്തിന്റെ മരുമകളാവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ച് നീ ആ പൂജയിലൊന്ന് പങ്കെടുക്ക. ഇതുപോലെ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനി ഒരു കാര്യത്തിൽ എന്നെ വിളിക്കണ്ട. സിതാര ശ്രീനിവാസ് അവരെല്ലാവരെയും ചതിച്ചു എന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞോട്ടെ. അതോടെ ഞാൻ ബിസിനസ്സിനും ഇറങ്ങില്ല, ഈ വീട്ടിൽ നിന്ന് കൂടി ഞാൻ പുറത്തിറങ്ങില്ല. ഓക്കേ, ഞാൻ ചെയ്തോളാം. ആ നാണം കെട്ടവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ തോൽപ്പിച്ചല്ലേ പറ്റൂ. ഞാൻ നിന്നുകൊടുത്തേക്കാം. പ്ലീസ് മോളെ, ഒരാൾക്കും ഒരു സംശയവും കൂടാതെ ഇതൊന്ന് കടന്നു പോയേ പറ്റൂ. പ്ലീസ്. ഓ ആയിക്കോട്ടെ. എവിടെയാ അവള് കിടക്കുന്നത്? വാ നമുക്ക് പോയി നോക്കാം. ദേ, അവളോട് പറഞ്ഞേക്കണം മര്യാദയ്ക്ക് എന്നോട് പെരുമാറിക്കോളാൻ.